സെക്കൻഡ് കൊണ്ട് ഈ കാണുന്ന പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ? എന്നാൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇത് പെട്ടെന്ന് ആൻസർ ചെയ്ത് ടീച്ചറെ നെട്ടിച്ചൊരു കഥയുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ ഫേമസ് മാത്തമാറ്റീഷ്യൻ കാൾ ഫ്രെഡറിച്ച് ഗോസ് ആയിരുന്നു അത്. അന്ന് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർക്ക് ഒരു വർക്ക് ചെയ്യാനുണ്ട്. ക്ലാസ്സിലെ കുട്ടികൾ അച്ചടക്കത്തോടെ ഇരിക്കുകയും വേണം. ടീച്ചർ ചെയ്തത് എന്തായിരുന്നു? 1 മുതൽ 100 വരെ ആഡ് ചെയ്ത് ഫൈനൽ റിസൾട്ട് പറയാനാണ് കുട്ടികളോട് പറഞ്ഞത്. സോ സ്വാഭാവികമായിട്ടും ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി 1, 2, 3 എന്നൊക്കെ ആഡ് ചെയ്ത് വരുമ്പോൾ ഒരുപാട് സമയം പോകും അല്ലേ? സോ ടീച്ചറുടെ ലക്ഷ്യവും അത് തന്നെയായിരുന്നു. പക്ഷെ ഗോസ് എന്താ ചെയ്തത്? പെട്ടെന്ന് തന്നെ ഇവിടുത്തെ ഒരു പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ആൻസർ പറയുമായിരുന്നു. അപ്പോൾ ആ ഒരു മെത്തേഡാണ് നമ്മൾ ഇന്ന് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. സോ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണ്? 1 + 2 + 3 + 4 + അങ്ങനെ പോയി 2008 വരെ അല്ലേ? ദാറ്റ് ഈസ് 2005 + 2006 + 2007 + 2008. അപ്പോൾ ഗോസ് ചെയ്ത പോലെ നമ്മൾ പാറ്റേൺസ് ഒബ്സർവ് ചെയ്യാൻ പോവാണ് കേട്ടോ. സോ ആദ്യത്തെ നമ്പറും ലാസ്റ്റത്തെ നമ്പറും കൂടി ആഡ് ചെയ്ത് നോക്കാം. എന്താ നമുക്ക് കിട്ടുക? ഇറ്റ് ഈസ് 2009. ഇനി 2ാമത്തെ നമ്പറും സെക്കൻഡ് ലാസ്റ്റ് നമ്പറും നമ്മൾ ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 2009. ഇനി 3ാമത്തെ നമ്പറും ലാസ്റ്റ് ഉള്ള നമ്പറും കൂടെ ആഡ് ചെയ്യുമ്പോഴും 2009 തന്നെയാണ് കിട്ടുന്നത്. എഗെയിൻ നമുക്ക് ഇവിടെയും 2009 തന്നെയാണ് കിട്ടുക, റൈറ്റ്? സോ അതിൻ്റെ അർത്ഥം ഇവിടെ 2009 എന്നത് എത്ര പെയർ, അതെ 2 പെയേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 2009 ആണ് കിട്ടുന്നത് അല്ലേ? സോ 2009 എന്നുള്ള നമ്പർ എത്ര തവണയാണ് ഇവിടെ വരുന്നത്? 2008ൻ്റെ പകുതി തവണ അല്ലേ? കാരണം നമ്മൾ ഓരോ നമ്പേഴ്സിനെയും പെയേഴ്സ് ആക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ സം എന്ന് പറയുന്നതിൻ്റെ ആൻസർ എന്തായിരിക്കും? 2009 എന്നുള്ളത് 2008ൻ്റെ പകുതി തവണ വരുന്നുണ്ട് അല്ലേ? സോ 2009 × 2008/2 എന്നായിരിക്കും ആൻസർ വരിക. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 2009 × 1004 which is 2017,036 എന്നായിരിക്കും ഫൈനലി ആൻസർ കിട്ടുക. സോ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാത്തമാറ്റിക്സിൽ പാറ്റേൺസുകൾ ശ്രദ്ധിക്കാൻ നമ്മൾ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു പ്രോബ്ലം വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊന്ന് സോൾവ് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് പാറ്റേൺ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനാണ്. സോ ഇതുപോലെയുള്ള പാറ്റേൺസും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെയാണ് മാത്തമാറ്റിക്കൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ എക്സൻവൈയുടെ ഫൗണ്ടേഷൻ കോഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ഓരോ ചാപ്റ്റേഴ്സും നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സസ് ആയിട്ട് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ അതിൻ്റെ ലൈവ് ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. ആൻഡ് നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്, അതുപോലെ 1-on-1 മെൻറ്റർഷിപ്പ് ഉണ്ട്. ആൻഡ് നമ്മൾ ഈ ഒരു ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ആക്ച്വലി ക്രിയേറ്റ് ചെയ്യുന്നത് IIT-യിൽ നിന്നും NIT-യിൽ നിന്നും വന്നിട്ടുള്ള ഫാക്കൽറ്റീസും കാര്യങ്ങളൊക്കെയാണ്. സോ കുട്ടികൾക്ക് ഒരു അടിപൊളി ഫൗണ്ടേഷൻ കോഴ്സ് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും 6 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ഡീറ്റെയിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റിലും ഒക്കെ ഉണ്ടാവും. സോ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ബൈ.